ഹലോ വീഡിയോസ്. അപ്പോൾ ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ അത്ര കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും അല്ല. എന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങ് വെട്ടി തുറന്ന് പറയാം. യൂട്യൂബിലൂടെ എല്ലാവരും കേൾക്കും, എല്ലാവരും അറിയും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് വെട്ടി തുറന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചെറിയ കുഞ്ഞൊരു വാക്ക് പോലും നമ്മൾ സൂക്ഷിച്ച് വേണം പറയാനായിട്ട്. കാരണം അതൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, ചിലപ്പോൾ അത് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു വാക്കായിരിക്കും. അതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സെറ്റാക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് നേരെ കൊണ്ടുവന്ന് യൂട്യൂബിലേക്ക് ഇട്ട് കഴിയുമ്പോഴായിരിക്കും നേരെ നമുക്ക് മെയിൽ വരുന്നത്, മെസ്സേജ് വരുന്നത് അത് റെസ്ട്രിക്ഷൻ ആയെന്ന് പറഞ്ഞിട്ട് പാർഷ്യലി ബ്ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കും. അന്നേരം ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. പിന്നെ അത് ഫുള്ള് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. കാര്യം എനിവേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചാനൽ ഉൾപ്പെടെ തന്നെ പോകും. അപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാനെന്നല്ല, എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കാര്യം അതാണ്. നമുക്കിപ്പോൾ നേരത്തെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒത്തിരി കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ പോലും അതൊക്കെ അതിലെന്തെങ്കിലും ഒരു വാക്ക് കയറി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും അങ്ങനെ തുറന്ന് പറയാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ട്. ഈ ഒരുപാട് നമ്മളിപ്പോൾ നമ്മളൊരാളെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരാളുടെ കൂട്ട് നമുക്ക് വേണമെന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിവേ ആളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഏത് വിധേനെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കണ്ണീര്, ഒരാളെ വേദനിപ്പിച്ചിട്ട് ഒരാളെ ഉപദ്രവിച്ചതിന് ശേഷമാണ് അയാൾ ഇപ്പോൾ നമ്മളടുത്ത് ചിരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ മൈൻഡ് അത് മാറത്തില്ല. അങ്ങനെ ക്രിമിനൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു മൈൻഡുള്ള ഒരാൾക്ക് അത് മാറും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ തന്നെ ആലോചിക്കുക. മറ്റൊരാളുടെ കണ്ണീരോ വിഷമോ കാണാൻ കഴിയാത്ത ഒരാളിന് ഒരിക്കലും നിങ്ങളുടെയും കണ്ണീരോ വിഷമോ കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒരു സംഭവം നടന്ന ഈ ഒരു സംഭവം എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ നടക്കുന്ന ഈ ഒരു ക്രിമിനൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്ന ഓരോ ആൾക്കാരെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നായിരിക്കും അവർ പിടിക്കപ്പെടുമ്പോഴാണ് അവർ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പുറകെ വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ച അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എടുക്കുമ്പോഴാണ് അവർ ഇതിന് മുന്നേയും എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ആയിരിക്കാം ഈവൻ നമ്മൾ അവരെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടുന്നത് ഒക്കെ. പിന്നെ നമ്മൾക്കും നമ്മുടെ ലൈഫിൽ ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ഈവൻ അഷ്കറിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ ഒരു സ്ത്രീയോടൊപ്പം വരുന്നതിന് മുന്നേ വലിയൊരു ക്രിമിനൽ തന്നെ ആയിരുന്നു എന്നുള്ളത് തെളിവാണ്. കാര്യം ഒരു പാവം പെൺകുട്ടി ഇപ്പോഴും ജീവച്ഛവമായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ. അതിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ അയാൾ കാരണം വേറൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു സ്ത്രീയോട്. പക്ഷേ ഈ ഒരു സ്ത്രീയും ഈ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം ഇവനെ പോലെയുള്ള ഒരാളിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അവളും എന്തായാലും അത്യാവശ്യം നല്ല ഉപദ്രവകാരി ആയിരിക്കണം. കാരണം അവളുടെ ഹസ്ബൻഡ് ഇതുപോലെ മാനസികമായിട്ട് ഒരുപാട് ടോർച്ചറിങ് നേരിടേണ്ടി വന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്ത് തന്നെ ഇപ്പോൾ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ മിക്കവാറും കേൾക്കുന്ന വാർത്തകളൊക്കെ ഇതുമാതിരിയുള്ള വാർത്തകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ നോക്കുമ്പോൾ, നമ്മളോട് അടുക്കാൻ വരുമ്പോൾ ആളുടെ ബാക്ക്ഗ്രൗണ്ട് പോയി ഒന്ന് ശരിക്കും അന്വേഷിക്കുക. വല്ല ക്രിമിനലോ സൈക്കോയോ ഒക്കെ ആണോ എന്ന് നല്ലപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കൂട്ടും. അപ്പോൾ തുടക്കത്തിലേ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപകടങ്ങളിലൊന്നും ചെന്ന് പെടത്തില്ല. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്.